ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വാചന്ദ്രിയെ മിണ്ടരുത്. ചിലപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. മാധവൻ പ്രകാശന്റെ അച്ഛനാ. നീ മാധവൻ നായരുടെ തന്ത കളിക്കണ്ട. വാചന്ദ്രിയെ അമ്മ ഇങ്ങ് പോന്നോ? അതെ, ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നു. അതെങ്ങനെ ശരിയാവും? അമ്മയുടെ ചുമതല പൂർണ്ണമായിട്ട് ഏറ്റെടുത്തിട്ടല്ലേ മനോജ് ഇവിടുന്ന് കൊണ്ടുപോയത്. പിന്നെ എന്തുദ്ദേശത്തോടെയാ അമ്മ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്? എടാ, പെറ്റമ്മയുടെ ശവം കാണുന്നതിനേക്കാ ഭേദമല്ലേടാ ജീവനോടെ കാണുന്നത്. തക്ക സമയത്ത് ഞാൻ ചെന്നില്ലായിരുന്നെങ്കിലേ ഇവിടെ എത്തുന്നത് ഓട്ടോയല്ല, ആംബുലൻസ് ആയേനെ. തള്ളയുടെ മരണാനന്തര വിഹിതം തൽക്കാലം മുടക്കേണ്ട എന്നെങ്കിലും ആശ്വസിക്ക്. അമ്മയുടെ കഴുത്ത് ഞെരിച്ച് ആയുസിന്റെ ഉറപ്പ് നോക്കി മരുമകൾ ഹരിത. അവൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യം ഇപ്പൊ ഇവിടെ വെച്ച് നിനക്ക് വേണമെങ്കിലും ആവാം. ഒന്നുമില്ലെങ്കിലും ഇവിടെ വെച്ചാകുമ്പോ എന്റെ ഭർത്താവിന്റെ മടിയിൽ കിടന്ന് മരിക്കാമല്ലോ. മകൾക്ക് വീടെടുത്തു കൊടുത്ത് ഭർത്താവിനെ ഒപ്പം താമസിപ്പിച്ചിരിക്കുന്നതേ കരുണാകരക്കുറുപ്പാ. മനോജിന്റെ സ്വഭാവത്തില് എന്തെങ്കിലും മാറ്റമുണ്ടായി അവനൊന്ന് നന്നായി കാണാനാ കുറുപ്പ് ചെയ്തത്. അമ്മയുടെ ചുമതല കൂടി എന്റെ തലയിലായാൽ പിന്നെ മനോജിന് പിന്നെ യാതൊരുവിധ ഉത്തരവാദിത്വമില്ലല്ലോ. ഭാര്യയുടെ ചെലവില് ദൂർത്തടിച്ച് താൻ തോന്നിയായിട്ട് കഴിയാം. അമ്മയെ കൊണ്ടുവന്നത് വഴി സ്വന്തം മകൻ നന്നാവാനുള്ള ഒരു വഴി കൂടിയാ നിങ്ങൾ നശിപ്പിച്ചത്. ഭാര്യയെ കൂടെ കൂട്ടിയപ്പോ മകന്റെ ജീവിതം പാതാളത്തിലായില്ലേ? ആയിരിക്കാം. മകനെ നന്നാക്കാനുള്ള വഴി അച്ഛൻ നോക്കുന്നത് പോലെ അനുജനെ നന്നാക്കാനുള്ള വഴി ചേട്ടനും നോക്കാം. കണക്കറ്റ സമ്പാദ്യമുള്ളവനല്ലേ നീ. അനുജനെ കൂടി ഒന്ന് ചേർത്ത് പിടിക്കാൻ നോക്കടാ. മകന്റെ ധർമ്മം മറന്ന നിനക്ക് തന്റെ ഉത്തരവാദിത്വം നിറവേറ്റിയെന്ന നിർവൃതി ഉണ്ടാവും. വാചന്ദ്രിയെ മിണ്ടരുത്. ചിലപ്പോ എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റിയെന്ന് വരില്ല. മാധവൻ പ്രകാശന്റെ അച്ഛനാ. നീ മാധവൻ നായരുടെ തന്ത കളിക്കണ്ട. വാചന്ദ്രിയെ നിൽക്ക്. അമ്മായിമ്മയെ ക്ഷണിക്കാൻ പോകുന്നതിന് മുമ്പ് എന്തുകൊണ്ട് ഭർത്താവിനോട് അനുവാദം ചോദിച്ചില്ല? കാരണം അച്ഛൻ പറഞ്ഞത് തന്നെയാ. അമ്മയുടെ ജഡം കാണുന്നതിനേക്കാൾ ഭേദം ജീവനുള്ള മുഖം കാണുന്നതാ. അമ്മയുടെ മരണാനന്തര ചടങ്ങിന്റെ വിഹിതവും തൽക്കാലം ഭർത്താവിന് ലാഭിച്ചു കൊടുക്കാലോ. ഹരിത, അമ്മയുടെ കയ്യിൽ നിന്ന് കൈയെടുക്കാൻ. മാധവേട്ട, പ്രശ്നങ്ങൾക്കിടയിൽ മാധവേട്ടൻ ഓർമ്മിപ്പിച്ചില്ലായിരുന്നെങ്കിൽ ആ 5 ലക്ഷം രൂപ എടുത്തു വെക്കാൻ ഞാൻ മറന്നുപോയേനെ.
എന്നെ ഏൽപ്പിച്ച ആ പണം എടുത്ത് എവിടെയെങ്കിലും മാധവേട്ടൻ സൂക്ഷിച്ചു വെക്കണം. തിരക്കില്ല ചന്ദ്രു. 5 ലക്ഷം രൂപയേക്കാൾ എത്രയോ വിലപ്പെട്ട സ്വത്താ ചന്ദ്രു നീ. ചന്ദ്രുവിനെ തിരിച്ചു കിട്ടിയപ്പോ ഈ വീട് ഒന്ന് ഉണർന്നതുപോലെ. വാമഭാഗത്തെ കിടക്ക ഒഴിയാതിരിക്കുന്നതാ ഒരു പുരുഷന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പക്ഷേ ഇപ്പോഴും കാര്യങ്ങൾ നമ്മുടെ പരിധിയിലല്ലല്ലോ മാധവേട്ട. അമ്മയുടെ ഭാരം ഒഴിഞ്ഞപ്പോ മനോജിന്റെ ഭാരം ഒഴിഞ്ഞെന്നല്ലേ പ്രകാശിന്റെ പരാതി. അച്ഛനമ്മമാരുടെ ഭാരം വീണ്ടും തലയിലായതിന്റെ ദേഷ്യത്തിലും വൈരാഗ്യത്തിലുമാ പ്രകാശ്. ഇനി അമ്മയെ മാത്രമല്ല അച്ഛനെ ഒഴിവാക്കാനുള്ള കരുനീക്കത്തിലായിരിക്കും പ്രകാശ്. നടക്കില്ല. ഇനി മരണം വരെ നമ്മളെ തമ്മിൽ വേർപിരിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. ഈ മാധവൻ അതിന് തയ്യാറല്ല. മാധവേട്ട, അത് നമ്മൾ വേർപിരിക്കാൻ വരുന്ന ഒരു ശക്തിക്കും നമ്മൾ കീഴടങ്ങുന്നില്ല. അത് തന്നെ. ചന്ദ്രു, നിനക്ക് നല്ല ക്ഷീണമുണ്ട്. മാധവേട്ടന് തോന്നുന്നതാ. അതുണ്ടെങ്കിലും നീ അങ്ങനെ പറയൂ. നിന്റെ കണ്ണുകളിലെ ഉറക്കം നെളിക്കുന്നുണ്ട്. നീ അല്പം മയങ്ങിക്കോ. മാധവേട്ടൻ പോവോ? ഏയ്, നിന്നെ തനിച്ചാക്കി ഞാൻ എവിടേക്കും പോവില്ല. ഉറങ്ങിക്കോ. പാവം, ഈ ജന്മം എന്നോടൊപ്പം ഇറങ്ങി വന്ന് അനുഭവിച്ചോളാ ചന്ദ്രു. മനോജന്റെ വീട്ടില് ഹരിതയുടെ പീഡനവും സഹിച്ച് പാവം. ചന്ദ്രു എന്തോ പറയാൻ ബാക്കി വെക്കുന്നത് പോലെ. ഒരുമിച്ചുള്ള ജീവിതം ഇനി നടക്കില്ല എന്ന ഉള്ളറിവ് അവൾക്കുണ്ടാവോ? വീണ്ടും ഹരിതയുടെ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്കുണ്ടാകാം എന്ന ഭീതി അവളെ തളർത്തുന്നുണ്ടോ? മാനത്തെ കൊട്ടാ